ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഏകദേശം 2-2.5 മാസമായിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ എടുക്കും, എഡിറ്റ് ചെയ്യാനെടുക്കും, എന്നിട്ട് പിന്നെയും മടി വരും, വീണ്ടും തിരിച്ചു വയ്ക്കും. അങ്ങനെ ഗിഫ്റ്റെല്ലാം ഓപ്പൺ ചെയ്യുന്ന സമയം ഏകദേശം ഒരു രാത്രി 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അത്രയും സമയമായി. എന്നാൽ ഇന്ന് വേണ്ട, നാളെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൾ സമ്മതിച്ചില്ല കേട്ടോ. പറ്റത്തില്ല, ഇപ്പം തന്നെ ഓപ്പൺ ചെയ്ത് കാണണം എന്നുള്ള വാശിയിൽ അവൾ തന്നെയാണ് കേട്ടോ ഗിഫ്റ്റുകൾ ഭൂരിഭാഗവും ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഫസ്റ്റത്തെ ഗിഫ്റ്റ് അവൾ തന്നെയാണ് കേട്ടോ ഓപ്പൺ ചെയ്തത്. ഒരു ഗ്ലാസിൻ്റെ സെറ്റായിരുന്നു. ഓരോ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോഴും ഭയങ്കര ആകാംക്ഷയായിരുന്നു കേട്ടോ. കൂടുതലും അവൾക്കായിരുന്നു. അവളുടെ ലൈഫിൽ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ. അപ്പോൾ ഓരോന്ന് ഓപ്പൺ ചെയ്യുമ്പോഴും ഇതെന്തായിരിക്കും എന്നിങ്ങനെ ഓരോന്ന് ഇങ്ങനെ പ്രവചിക്കും. എന്നിട്ട് ചിലപ്പോൾ ശരിയാകും, ചിലപ്പം അല്ലാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അന്നേരം ഓരോന്ന് കാണുമ്പോഴും ഭയങ്കര സന്തോഷമാണ് കേട്ടോ അവൾക്ക്. അവൾ സത്യത്തിൽ വിചാരിച്ചുകൊണ്ടിരുന്നത് എല്ലാവരും എൻ്റെ കയ്യിൽ ഗിഫ്റ്റ് തരുമ്പം എനിക്കുള്ള എന്തൊക്കെയോ സാധനങ്ങളാണ് എന്നാണ് അവൾ വിചാരിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അന്നേരം വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും പരാതിയായിരുന്നു. എല്ലാവരും അമ്മയ്ക്ക് മാത്രമേ ഗിഫ്റ്റ് തന്നുള്ളൂ, എനിക്ക് മാത്രം ആരും തന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പരാതിയായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാ ഗിഫ്റ്റുകളും ഇങ്ങനെ ഓപ്പൺ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫോൺ പിടിച്ചുകൊണ്ട് തന്നെ അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെല്ലോ ടേപ്പൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാനും ഒക്കെ ഞാൻ സഹായിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിങ്ങനെ നോക്കുവാണ്. ഒരെണ്ണം പൊട്ടിച്ച് കഴിഞ്ഞാൽ അന്നേരം അവളെടുത്ത് അടുത്തത് എടുക്കാൻ വേണ്ടിയിട്ട് ഓടുവാണ് കേട്ടോ. അത് കാണാനുള്ള ക്ഷമയില്ല, അത് കണ്ടു തീർക്കാനുള്ള ക്ഷമയില്ല. അതിന് മുമ്പ് അടുത്തത് എടുക്കാൻ ഓടുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും കുഞ്ഞൂട്ടനും കൂടി വന്നു. പിന്നെ അവനും കൂടി ഹെൽപ്പ് ചെയ്യാമെന്നും പറഞ്ഞ് അവനും കൂടി ആക്കാൻ തുടങ്ങി കേട്ടോ. ഇത് കപ്പും സോസറിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടിയ എല്ലാ ഗിഫ്റ്റും ഒന്നിനൊന്ന് നമുക്ക് ഉപകാരമുള്ള ഗിഫ്റ്റുകളായിരുന്നു കേട്ടോ. എല്ലാം ഒന്നും നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല, കാരണം എല്ലാം ഒരുമിച്ച് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ടത് മാത്രം നമ്മൾ എടുത്തിട്ട് ബാക്കിയെല്ലാം നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഗ്ലാസിൻ്റെ ബൗളുകൾ, ഗ്ലാസിൻ്റെ പാത്രങ്ങൾ, പിന്നെ നമുക്ക് പ്ലേറ്റ് സാധനങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വലിയ ബോക്സൊക്കെ ഓപ്പൺ ചെയ്യേണ്ട ടൈം ആയപ്പോഴത്തേക്കും പാപ്പനും അവരുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സഹായിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും വന്നു കേട്ടോ കാണാൻ, എന്തൊക്കെയാണ് എങ്ങനെയാണെന്നൊക്കെ കാണാനുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് എല്ലാവരും അവിടെ ചുറ്റും വന്നിങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു ഡിന്നർ സെറ്റായിരുന്നു കേട്ടോ. അതിനകത്ത് 23 പീസോ അത്രയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാം നല്ല ഭംഗിയുള്ള ഇതുകളായിരുന്നു കേട്ടോ. പാത്രങ്ങളായാലും ഓരോന്നും നമുക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു കേട്ടോ. ഗിഫ്റ്റിൻ്റെ വലിപ്പമോ അല്ലെങ്കിൽ അതിൻ്റെ വിലയോ എന്നതിനേക്കാളും നമ്മളെ ഓരോരുത്തരെ അംഗീകരിക്കുന്നു, നമുക്ക് ഓരോരുത്തർ സ്നേഹത്തോടെ അങ്ങനെ തരുന്നതാണല്ലോ. അപ്പോൾ നമുക്കതെല്ലാം ഭയങ്കര പ്രിയപ്പെട്ടതായിരുന്നു കേട്ടോ. ഓരോ കുഞ്ഞു ഗിഫ്റ്റ് മുതൽ വലുത് വരെ എല്ലാം നമുക്ക് പ്രിയപ്പെട്ടതായിരുന്നു കേട്ടോ. അപ്പം അതെല്ലാം പൊട്ടിച്ചിപ്പോൾ ഒരു 10-11:30 ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഉറക്കമില്ല, ഇതെല്ലാം ഒന്ന് കാണാനുള്ള ആഗ്രഹത്തിൻ്റെ മേലെ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു നമുക്ക് ബാക്കി നാളെ പൊട്ടിക്കാൻ മടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല, ഇതെല്ലാം പൊട്ടിച്ച് തീർത്തിട്ട് പോയാൽ മതി എന്നുള്ളൊരിതിലാണ് കേട്ടോ എല്ലാവരും നിൽക്കുന്നത്. പിന്നെ ഇതുകൂടാതെ നമുക്ക് ഏറ്റവും ആദ്യം കിട്ടിയത് വേറൊരു ഗിഫ്റ്റ് ഫ്രിഡ്ജാണ് കേട്ടോ. ഫ്രിഡ്ജിനകത്ത് ഉൾപ്പെടുത്താൻ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. ഫ്രിഡ്ജ് നമുക്ക് ഫ്രണ്ട്സ് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. പിന്നെ ഇതിൽ AC ഉൾപ്പെടുത്തിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫ്രണ്ട്സ് വാങ്ങിച്ചെന്ന് ഒരു ACയും കൂടി ഉണ്ട് കേട്ടോ. അതും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ബാക്കി ഏകദേശം എല്ലാം കിട്ടിയ ഗിഫ്റ്റ് എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ക്യാഷായിട്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, കാണിച്ചിട്ടില്ല കേട്ടോ. ഇതുപോലെയുള്ള കുറേ സെറ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതൊക്കെ ഞാൻ എടുത്തു വെച്ചു, കാരണം നമുക്ക് അല്ലാണ്ട് തന്നെ കുറേ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പം അതൊക്കെ നമുക്ക് പൊട്ടിച്ച് തീർത്തിട്ട് ഇതെടുക്കാമെന്നും പറഞ്ഞ് എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ ജഗ്, ഗ്ലാസ് എല്ലാം ഒരു സെറ്റാണ് അതും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഗിഫ്റ്റിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഗിഫ്റ്റ് പേപ്പറാണ് കേട്ടോ റൂം നിറച്ചും. പിന്നെ നമ്മൾ നിലത്തിട്ടിരിക്കുന്ന ബെഡ് നമ്മുടെ പഴയ കട്ടിലിൽ ഉണ്ടായിരുന്ന ബെഡാണ് കേട്ടോ. ഇപ്പോൾ 2 ബെഡ് നമുക്ക് എക്സ്ട്രാ ഉണ്ട്. ഒരു പഴയ കട്ടിൽ നമ്മൾ പോളിഷൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വന്നു കഴിയുമ്പം അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ബെഡ് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ.
അപ്പോൾ 2 റൂമിലാണ് നിലവിലിപ്പോൾ കട്ടിൽ ഉണ്ടായിരുന്നത്. മൂന്നാമത്തെ ഈ റൂമിലേക്കുള്ള കട്ടിൽ വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഇടാനുള്ളതാണ് ബെഡ്. നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളതെന്ന് പറയുന്നത് കെറ്റിലായിരുന്നു കേട്ടോ. 4 5 കെറ്റിലെങ്ങാണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ 1-2 ഞാൻ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും എന്നാൽ ഒന്നും ഇല്ലാത്തതുമായ 1-2 പേർക്ക് കൊടുത്തു കേട്ടോ. പിന്നെ ഇതും ഒരു ഡിന്നർ സെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡിന്നർ സെറ്റാണെന്നാണ്, ഈ സെയിം കമ്പനീൻ്റെ ഒരു ഡിന്നർ സെറ്റാണ് നമ്മൾ നേരത്തെ പൊട്ടിച്ചത്. 23 പീസ് എന്ന് പറഞ്ഞില്ലേ, ആ സെയിം കമ്പനി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊരു ഡിന്നർ സെറ്റാണെന്നാണ് എൻ്റെ ഒരു ഇത്. നമുക്ക് ഡിന്നർ സെറ്റല്ല കേട്ടോ. ഇതിനകത്തൊരു കെറ്റിലുണ്ട്, പിന്നെ വേറെ എന്തോ ഒരു സാധനം കൂടി ഉണ്ട്. ഒരു ഗ്ലാസിൻ്റെ സെറ്റാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിൽ ആരൊക്കെ എന്തൊക്കെ തന്നു എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് അറിയത്തില്ല കേട്ടോ. നമ്മൾ ആ സമയത്ത് നമുക്കങ്ങനെ ശ്രദ്ധിക്കാനോ അങ്ങനെയൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ കുറേയൊക്കെ ഓർമ്മയുണ്ട്, കുറേയൊക്കെ നമുക്കറിയാം. പിന്നെ കുറച്ചൊക്കെ നമ്മളോട് പറഞ്ഞു ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മളോട് വേണ്ടപ്പെട്ടവർ പറയുമല്ലോ, അതൊക്കെ അറിയാം. ഇതൊക്കെ ആരാ തന്നതെന്നൊക്കെ അറിയാം കേട്ടോ. പിന്നെ കുറേയൊന്നും നമുക്ക് അറിയത്തില്ല, ആരാ തന്നെ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഇത് നല്ലൊരു ബിരിയാണി പോട്ടാണ് കേട്ടോ. 2 ബിരിയാണി പോട്ട് കിട്ടിയിട്ടുണ്ട്. ബിരിയാണി ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കിലും 2 ബിരിയാണി പോട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്നൊരു 10 ലിറ്ററിൻ്റെ ബിരിയാണി പോട്ടും പിന്നെ ഒരു 8 ലിറ്ററിൻ്റെ ബിരിയാണി പോട്ടും. അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് നല്ല ഭംഗിയുണ്ട്. ബിരിയാണിയൊക്കെ വെക്കാൻ പഠിക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഉൾഭാഗം. എനിക്ക് ആദ്യമായിട്ടാണ് ബിരിയാണി പോട്ട് കിട്ടുന്നത്, അപ്പം കാണുന്നത്, ഉപയോഗിച്ചിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയിൽ തുറന്നു നോക്കിയതാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്കൊരു മിക്സി കിട്ടിയിട്ടുണ്ടായിരുന്നു. മിക്സി ഓൾറെഡി കൊണ്ടുവന്ന പാടെ നമ്മൾ ഓപ്പൺ ചെയ്തതുകൊണ്ട് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. ഒരു മിക്സി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു ഫാനാണ് കേട്ടോ, വാൾ ഫാനാണ്. നമ്മൾ എല്ലായിടത്തും സീലിംഗ് ഫാൻ അല്ലാണ്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വാൾ ഫാനിൻ്റെ കുറവുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചുമ്മാ ഒരു സെൽഫി പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ അവൻ ഞങ്ങളെ കളിയാക്കിയതോ, നിങ്ങളവിടെ അതിൻ്റെ ഇടയ്ക്ക് വേറെ പരിപാടിയാണല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അനിയൻ കളിയാക്കിയതാണ് കേട്ടോ. ഈ ബോക്സ് കണ്ടപാടെ ഞാൻ ചോദിച്ചു ഇതെന്താണെന്ന് പറയാൻ പറ്റുമെന്ന്. ഒറ്റ ശ്വാസത്തിൽ എല്ലാവരും ഒന്നടങ്കം പറഞ്ഞു അത് ക്ലോക്കാണ് കേട്ടോ. കറക്റ്റ് അത് ക്ലോക്കായിരുന്നു കേട്ടോ. നമ്മൾ വേറെ ക്ലോക്കൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഈ ക്ലോക്ക് തന്നെയാണ് കേട്ടോ എടുത്തത്. നമുക്ക് മനസ്സിൽ വേറൊരു മോഡൽ ക്ലോക്ക് ഉണ്ട്, അത് അത്യാവശ്യം കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ടും നിലവിൽ സാഹചര്യം പറ്റാത്തതുകൊണ്ടും അതിപ്പം വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഈ ക്ലോക്കായിരിക്കും അത് വാങ്ങിക്കുന്നത് വരെ നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അല്ല, വാങ്ങിച്ചാലും ഈ ക്ലോക്ക് കളയും എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് മനസ്സിൽ വേറൊരു ക്ലോക്കുണ്ട്, അതെന്തായാലും വാങ്ങിക്കണം. അപ്പം ഇതുപോലുള്ള ചെരുവങ്ങൾ, പാത്രങ്ങളൊക്കെയാണ് കേട്ടോ നമുക്ക് കിട്ടിയത് മുഴുവൻ. ചെരുവം, പാത്രം, കലം, പിന്നെ ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രയർ, പിന്നെന്താ ഉരുളി ഒരു 3 കിട്ടി കേട്ടോ. ഉരുളിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. പിന്നെ ഏറ്റവും ഉപകാരപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ റൈസ് കുക്കർ. ഇതാരാ തന്നേന്ന് മാത്രം അറിയത്തില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഉപകാരപ്പെട്ട ഒരു സാധനം ആണ് കേട്ടോ നിലവിൽ. കാരണം സ്കൂളിൽ പോകുന്ന ടൈമിലൊക്കെ നമുക്ക് ചോറ് വെന്ത് കിട്ടാനൊക്കെ ഇച്ചിരി പാടാം. കാരണം ഇച്ചിരി താമസിച്ചാണല്ലോ ഞാൻ എണീക്കുന്നത്. അപ്പോൾ തലേദിവസം രാത്രിയിൽ ഇതിനകത്ത് എടുത്ത് ആക്കി വെക്കാനൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പം അത് കിട്ടിയ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇതാരാ തന്നേന്ന് എനിക്ക് അറിയത്തില്ല. ആരാണെങ്കിലും ഭയങ്കര താങ്ക് യു കേട്ടോ, വലിയൊരു താങ്ക് യു. പിന്നെ ഇതും ഒരു ബിരിയാണി പോട്ടാണോ? ബിരിയാണി പോട്ടാണ് കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞത് 2 ബിരിയാണി പോട്ട് കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അതിലൊരെണ്ണമാണ് കേട്ടോ ഇത്. അങ്ങനെ 2 ബിരിയാണി പോട്ട്. അങ്ങനെ എല്ലാം നമുക്ക് ഭയങ്കര ഉപകാരമുള്ള സാധനങ്ങളായിരുന്നു കേട്ടോ. ഞങ്ങൾ കയറി താമസിക്കുന്നതിന് 2 ദിവസം മുന്നേ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നമ്മുടെ ഇപ്പോഴത്തെ മോഡൽ തന്നെയുള്ള ഒരു മോപ്പില്ലേ, അത് കൂട്ട് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സൈഡിൽ വെള്ളം പിടിച്ചിട്ട് മറ്റേ സൈഡിൽ ഞെക്കിയിട്ട് വെള്ളം കളയുന്ന ടൈപ്പില്ലേ, ആ ടൈപ്പ് ഒരു മോപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ തലേദിവസത്തെ തുടയ്ക്കലിൻ്റെ ഇടയിൽ ആരുടെയോ കയ്യിൽ നിന്ന് അബദ്ധം പറ്റി നമുക്കത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഇപ്പോൾ അധികം ഉപയോഗിച്ച് പോലില്ല, അതിന് മുമ്പ് ഇത് പൊട്ടിപ്പോയല്ലോ എന്നുള്ളൊരു വിഷമമായിരുന്നു കേട്ടോ. ഇതൊരു ബെഡ്ഷീറ്റാണേ, നല്ലൊരു സൂപ്പർ കിങ് സൈസ് ബെഡ്ഷീറ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്താ, മോപ്പ് അത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഗിഫ്റ്റ് കിട്ടിയ കൂട്ടത്തിൽ എനിക്കൊരു മോപ്പും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് ഭയങ്കര ഉപകാരപ്പെട്ട സാധനമാണ്.
കറക്റ്റ് നമുക്ക് പൊട്ടിയപ്പോൾ തന്നെ പുതിയത് കിട്ടിയില്ല എന്നുള്ളൊരു സന്തോഷം കൂടിയായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ നമുക്ക് എല്ലാം എല്ലാം പറയാതിരിക്കാൻ പറ്റില്ല, എല്ലാം നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഗിഫ്റ്റുകളായിരുന്നു. ഒന്നും നമുക്ക് മാറ്റിയെടുക്കണമെന്ന് തോന്നാത്ത വിധത്തിലുള്ള ഗിഫ്റ്റുകളായിരുന്നു കേട്ടോ. എല്ലാം ഒന്നിനൊന്ന് നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് നമ്മളെ അറിയുന്ന നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണല്ലോ നമുക്ക് തരുന്നത്. അപ്പം ആരും ഒരു മോശം വരുത്താത്ത രീതിയിൽ നല്ല രീതിയിലാണല്ലോ നമുക്ക് തരുള്ളൂ. പിന്നെ ഇനി പറയുന്നതിലൊക്കെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ അറിയാണ്ട് എന്തൊക്കെയോ ഇങ്ങനെ പറയുമല്ലോ, അതായത് എന്തെങ്കിലുമൊക്കെ തെറ്റ് വരുവാണെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അപ്പം ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ സ്ഥിരമായിട്ടിപ്പം ഈ 2.5 മാസവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത്, കാസറോള്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ പെട്ടെന്ന് തുണി എന്നൊക്കെ കവർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ തുണി ആയിരിക്കുമോ? ഈ തുണിയല്ലായിരുന്നു കേട്ടോ, മറ്റെന്തായിരുന്നു. ലാസ്റ്റ് ആയപ്പോഴത്തേക്കും അടിയായി. ഞാൻ കൂടുതൽ പൊട്ടിച്ചു, നീ കൂടുതൽ പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് അടിയായി കേട്ടോ. അപ്പം ചേട്ടായി പൊട്ടിക്കുന്നതിന് മുമ്പ് ഞാൻ പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറയും ബഹളമൊക്കെ ആയി. അങ്ങനെ ആണ് കേട്ടോ പൊട്ടിച്ചെടുത്തത്. പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടതാട്ടോ, കാരണം ഇപ്പം തന്നെ ഒത്തിരി സമയമായല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടിയിട്ടതാട്ടോ. ഇതൊരു ചെരുവാണ് കേട്ടോ, അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ചെരുവാണ്. ഇത്രയും വലിപ്പമുള്ള ചെരുവ് എനിക്കില്ലായിരുന്നു. പിന്നെ ഇതൊരു ആൻറ്റി തന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കെറ്റിൽ നമുക്ക് ഒത്തിരി ഉണ്ടെന്ന്, ഇതും ഒരു കെറ്റിലാണ് കേട്ടോ. അത്യാവശ്യം നമുക്ക് 4-5 കെറ്റിൽ കിട്ടിയെന്ന് പറഞ്ഞില്ലായിരുന്നോ. നല്ല ഉപകാരമുള്ള സാധനം തന്നെയാണ് കേട്ടോ. നമുക്ക് ഗ്യാസൊക്കെ ഇപ്പം ബുദ്ധിമുട്ടായി വരുന്ന സമയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമായതുകൊണ്ട് ഉപകാരമാണ്. പിന്നെ ഇത് ഒരു ഉരുളിയാണ്. അതെ, ഉരുളി എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ. നമ്മൾ കറിയൊക്കെ വെക്കുവാണെങ്കിലും നല്ല ടേസ്റ്റിൽ, പിന്നെ അടിയിലൊന്നും പിടിക്കാണ്ട് നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഉരുളി എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞങ്ങളൊരു ഉരുളി മേടിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് 3 ഉരുളി കിട്ടി കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമായിപ്പോയി. അങ്ങനെ പൊട്ടിച്ച ഗിഫ്റ്റുകളെല്ലാം ഒരു സൈഡിലും പൊട്ടിക്കാനുള്ളത് ഇനി അപ്പുറ സൈഡിലും ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഏകദേശം മടുത്തു സത്യമായിട്ടും. എനിക്കൊന്ന് കിടന്നുറങ്ങിയാൽ മതി എന്നായിരുന്നു. പക്ഷേ മക്കളൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ. ഇല്ല പറ്റത്തില്ല, ഇപ്പം തന്നെ ഇതെല്ലാം പൊട്ടിച്ച് കാണണം എന്നുള്ള ഒരിതിലായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഉരുളീനോടുള്ള ഞങ്ങൾക്കുള്ള ഇഷ്ടം അതാണ് കേട്ടോ മുഖത്ത് കാണുന്നത്. കാരണം ചിക്കൻ കറിയൊക്കെ വെക്കുമ്പം ഉരുളിക്കകത്ത് വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഫീലാണല്ലോ. അപ്പം സ്വന്തമായിട്ടൊരു ഉരുളി കിട്ടിയതിൻ്റെ സന്തോഷമാണ് കേട്ടോ ഞങ്ങളുടെ മുഖത്ത് കാണുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മാതാവിൻ്റെ രൂപമാണ് കേട്ടോ കുഞ്ഞൂട്ടൻ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലു പൊട്ടിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. അതും ഒരു കാസറോളാണ് കേട്ടോ. അത് ഞാൻ എടുത്തില്ല, രണ്ടും കൂടി ഒരുമിച്ച് ഉപയോഗിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വലുതാണ് കേട്ടോ ഞാൻ എടുത്ത് വെച്ചത്. ചെറുത് ഞാനെടുത്ത് സൂക്ഷിച്ച് വെച്ചു. ഓൾറെഡി നമുക്ക് 1-2 ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഉപയോഗിച്ച് ചീത്തയാക്കണ്ടല്ലോ. പിന്നെ എല്ലാം എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നിയത് നമ്മുടെ അടുക്കളയ്ക്ക് മാച്ചായിട്ടുള്ള കാസറോളാണെങ്കിലും ആ ഗ്രീൻ കളറ്, ആദ്യം പൊട്ടിച്ച കാസറോളാണെങ്കിലും ആ ഗ്രീൻ കളറ് നമ്മുടെ അടുക്കളയ്ക്ക് എന്താ പറയുക യോജിച്ച സെയിം കളറ് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് കളറും കൂടിയാണ് ഗ്രീൻ എന്ന് പറയുന്നത്, ഗ്രീൻ പിസ്ത ഗ്രീൻ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. നമ്മൾ ആഗ്രഹിച്ച പിന്നെ മാതാവിനെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ആദ്യം പ്രെയർ വാളിൽ വെക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത് ഇതുപോലെ ഗോൾഡൻ കളറുള്ള രൂപങ്ങളായിരുന്നു കേട്ടോ. ഗോൾഡൻ കളറുള്ള മാതാവ് പിന്നെ കുടുംബം ഒക്കെ വാങ്ങിക്കാമെന്നായിരുന്നു വിചാരിച്ചത്. പിന്നെ പ്ലാൻ ലാസ്റ്റ് മിനിറ്റിൽ മാറ്റിയിട്ടാണ് നമ്മൾ കളർഫുള്ളായിട്ടുള്ളത് വാങ്ങിയത്. അപ്പോൾ ഗോൾഡൻ കളർ കിട്ടിയപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഇതൊരു കലമാണ് കേട്ടോ. അപ്പം കൂട്ടുകാരെ വീണ്ടും ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതുവരെയുള്ള നിങ്ങൾ കേട്ട വോയിസ് 2.5 മാസം മുമ്പുള്ളതാണെങ്കിൽ ഇപ്പം കേൾക്കുന്ന വോയിസ് ഒരു 3.5 മാസത്തിന് ശേഷമുള്ളതാണ് കേട്ടോ. അപ്പം നമ്മൾ കീറിക്കൂടലൊക്കെ കഴിഞ്ഞിട്ട് 3-3.5 മാസമായിട്ടും ഈ വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്ത് തീർക്കാനും പറ്റിയിട്ടില്ല, ഇടാനും പറ്റിയിട്ടില്ല കേട്ടോ. ലെങ്ത് കൂടുതലായതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യാനുള്ള മടി, അതുകൊണ്ടാണ് ഇങ്ങനെ വലിഞ്ഞ് നീണ്ട് ഇവിടെ വരെ എത്തിയത് കേട്ടോ. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം നമ്മൾ ഉപയോഗിച്ച് തുടങ്ങി, എന്താ പറയുക, തേഞ്ഞ് തുടങ്ങിയപ്പോഴും വീഡിയോ ഇട്ടിട്ടില്ല എന്നുള്ളൊരിത്. പക്ഷേ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാനും തോന്നുന്നില്ല, ഇടാതിരിക്കാനും തോന്നുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ എന്തായാലും ഇട്ടേക്കാമെന്ന് വിചാരിച്ചത്. എന്തെങ്കിലും ആട്ടെ, ഇനിയിപ്പം ഇത്രയും കാലമായതും കുഴപ്പമില്ല, സാരമില്ല, കിടക്കട്ടെ, നമ്മുടെ ഒരു ഓർമ്മയാണല്ലോ.
അപ്പോൾ എന്തായാലും കിടക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മോപ്പ്. അപ്പോൾ ഈ മോപ്പ് ഇപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഓരോ സാധനങ്ങളും ഇങ്ങനെ പൊട്ടിക്കുമ്പോഴും നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് കേട്ടോ, ഇതെന്താ എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഗിഫ്റ്റ് പൊട്ടിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെയാണല്ലോ. പിന്നെ ഏകദേശം ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് തീരാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടുപേരും മത്സരത്തിലാണ് ഗിഫ്റ്റ് പൊട്ടിക്കുന്നതിൻ്റെ കേട്ടോ. ഞാൻ ആദ്യം പൊട്ടിക്കും എന്നുള്ള തിരക്കും വെപ്രാളവും ഒക്കെയാണ് കേട്ടോ. കത്തി എവിടെയെങ്കിലും കുത്തി കീറുമോ എന്നുള്ള പേടിയായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ അടുത്ത് വന്നിരിക്കുന്നത്. കത്തിയും കൊണ്ട് ഇനി ഈ പാതിരാത്രി കൈ മുറിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മാക്സിമം ഞാൻ തന്നെ അവരെ കൊണ്ട് കത്തി അടിപ്പിക്കാതെ മുറിച്ച് എല്ലാം കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ഗിഫ്റ്റായിരുന്നു. നമുക്ക് കറക്റ്റ് വെക്കാനൊരു സ്പോട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ വെക്കാൻ പാകത്തിന് കറക്റ്റ് നമുക്ക് കണ്ടറിഞ്ഞ് തന്നൊരു ഗിഫ്റ്റാണ് കേട്ടോ ഇത്. ആ സ്പോട്ടിൽ വെച്ചിട്ടുള്ള ഫോട്ടോ പറ്റുവാണെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ അത് അടുത്ത കെറ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡച്ച് പൊട്ടിക്കുന്നത് ഒരു ഗ്ലാസും പിന്നെ ഒരു ജഗ്ഗിൻ്റെയും സെറ്റാണ് കേട്ടോ, ചില്ലിൻ്റെത്. അപ്പോൾ അതായത് ഫ്ലവറല്ല, ഈ ചെടീൻ്റെ ഈ പോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല നമുക്ക് കറക്റ്റ് സ്പേസിൽ വെക്കാൻ പറ്റിയ സാധനമാണ് കേട്ടോ എന്തായാലും കിട്ടിയത്. അപ്പോൾ അത് അവൾ ആ ഗ്ലാസിൻ്റെത് പൊട്ടിച്ചിട്ട് നോക്കുക പോലും ചെയ്യേണ്ട, അതെന്താണെന്ന് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. അത് പേപ്പറൊന്ന് കീറി ഇതെന്താണെന്നൊന്ന് ജസ്റ്റ് അറിഞ്ഞാൽ അവൾക്ക് സമാധാനമായി. അപ്പോൾ ഈ ജഗ്ഗാണ് കേട്ടോ നമ്മൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മേലത്തെ അടപ്പ് നമുക്ക് ഗ്ലാസ്സാണ്. അപ്പോൾ ഗ്ലാസ്സല്ല, പ്ലാസ്റ്റിക്കാണ്. അത് വേഗം പൊട്ടിപ്പോകും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ല ഒരു മിക്സീൻ്റെ കാര്യം. ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ള മിക്സി. നമ്മൾ ഇതുവരെ താമസിച്ചുകൊണ്ടിരുന്നത് ഒരു കോട്ടേഴ്സിലായിരുന്നു. അപ്പോൾ കോട്ടേഴ്സിലെ ഓണേഴ്സ് നമുക്ക് തന്നിട്ടുള്ളതാണ് കേട്ടോ ആ മിക്സി. പിന്നെ ഇതുപോലെ കുറേ സാധനങ്ങൾ. ഇതെന്തായിരുന്നു, ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ. പിന്നെ അത് നമ്മൾ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് അല്ലാണ്ട് കല്ലിൽ പൊരിക്കുന്നതിന് വേറൊരു ടേസ്റ്റ്, ഇതിനകത്ത് പൊരിക്കുന്നതിന് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ഏകദേശം സാധനങ്ങളെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു കുക്കറാണ് കേട്ടോ. ഇതൊരു കുക്കർ നമുക്കൊരു 3-4 കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയൊക്കെയാണ് കേട്ടോ നമുക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ. ഈ ബൗള് നമുക്ക് AC വാങ്ങിയപ്പോൾ ഫ്രീ കിട്ടിയതാണ് കേട്ടോ. AC നമ്മൾ വാങ്ങിയതല്ല, നമുക്ക് ഫ്രണ്ട്സ് വാങ്ങിച്ചു തന്നതാണ് കേട്ടോ. അപ്പം ACൻ്റെ കൂടെ ഗിഫ്റ്റ് കിട്ടിയതാണ് ആ 2 ബോക്സിലുള്ള ബൗള്. അപ്പോൾ ഇതാണ് കേട്ടോ ഇപ്പോഴത്തെ റൂമിൻ്റെ കോലം. ഇതാണ് കേട്ടോ നമ്മുടെ AC. പിന്നെ സൈഡിലിരിക്കുന്ന ഇതൊരു അപ്പച്ചട്ടി, ഇതെനിക്ക് ക്രിസ്മസിന് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. ക്രിസ്മസ് ഫ്രണ്ട് കിട്ടിയതാണ്. ഈ എയർ ഫ്രയറും നമുക്ക് കിട്ടിയതാണ്.